ഇതെന്തൊരു വേദനയാണ്, എനിക്കിത് സഹിക്കാനേ കഴിയുന്നില്ല, ഇനി മുന്നോട്ട് പോകാനായിട്ടൊരു മാർഗവുമില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തളർച്ചയാകുന്ന മനുഷ്യരുണ്ട്. ആ തളർച്ചയിൽ സ്വന്തം ഉത്തരവാദിത്വങ്ങളെയും സ്വന്തം ആരോഗ്യത്തെയും ഒക്കെ മറന്ന് മറ്റൊരു തരത്തിലേക്ക് ജീവിതത്തെ കഷ്ടത്തിലാക്കുന്നതിന് പകരം നമ്മുടെ വിഷാദത്തെയും നമ്മുടെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളിലൂടെ ഉണ്ടാകുന്ന വേദനകളെയും ഒക്കെ യഥാർത്ഥ സമയത്ത് ട്രീറ്റ് ചെയ്ത് അഡ്രസ്സ് ചെയ്ത് ഹീലാക്കാൻ നാം തീരുമാനമെടുക്കണം. എത്ര മനുഷ്യരാണ് മനസ്സിൻ്റെ പ്രശ്നങ്ങളെ ഹീൽ ചെയ്യാൻ മാർഗമുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഈ തീവ്രവേദനകളെ ഇങ്ങനെ ഉള്ളിൽ പേര് നടന്ന് ശരീരത്തിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നവരെ, ശാരീരികമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത്. ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയാൽ മാത്രം ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇത്തരം മാർഗങ്ങളെക്കുറിച്ച് അറിവേ ഉണ്ടായില്ല. ഈ സ്ട്രെസ് ഡീൽ ചെയ്യാൻ, എൻ്റെ ടെൻഷൻ, രാത്രിയിലുള്ള ഉറക്കമില്ലായ്മ, ആവശ്യമില്ലാത്ത ഇമോഷണൽ ഇഷ്യൂസ്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്ന സ്വഭാവം, ചിലപ്പോൾ തീരെ ഉത്സാഹമില്ലായ്മ, ജോലിയിൽ ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥകൾ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളെ കണ്ടത് ഹീൽ ചെയ്യാം എന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട്. എന്തെല്ലാം മാർഗങ്ങളുണ്ട്. കൗൺസിലിംഗ് ഉണ്ട്, നമ്പർ ഓഫ് തെറപ്പീസ് ഉണ്ട്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ്, മെഡിറ്റേഷൻ, അതുപോലെ മെഡിക്കേഷൻ, അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മെഡിസിൻ എടുത്തുകൊണ്ട് ചെയ്യേണ്ടത് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇതിലേക്കൊന്നും പോകാതെ സ്വന്തം വേദനകളിൽ നീറി എരിഞ്ഞടങ്ങുന്ന മനുഷ്യർ ജീവിക്കാനേ മറന്നുപോകും. മനസ്സിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വെപ്രാളമുണ്ട്, നെഞ്ചിടിപ്പുണ്ട്, ഒട്ടും ഉറങ്ങാൻ സാധിക്കുന്നില്ല, എനിക്ക് പേടികളുണ്ട്, അതൊന്നും തന്നെ ആരോടും ഷെയർ ചെയ്യാതെ ഇതെൻ്റെ വിധിയാണ് എന്ന് വിചാരിച്ച് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരും ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിനെ കാണാതെ അവനവൻ്റെ റൂമിനുള്ളിൽ അവനവൻ്റെ സ്വകാര്യതയിൽ അവനവനെ ഉരുക്കിക്കളയുന്നുണ്ട്. ഇത്തരം അറിവില്ലായ്മകളിൽ നിന്ന് പുറത്തു വന്ന് ശരീരത്തിന് ഉണ്ടാകുന്ന അസുഖത്തിന് ഒരു ട്രീറ്റ്മെൻറ്റിന് പോകാൻ നമുക്ക് മടിയില്ലാത്തതുപോലെ മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും ശരിയായിട്ടുള്ള പരിഹാര മാർഗങ്ങളുണ്ട്. ജീവിതത്തിൽ റെപ്പറ്റേറ്റീവായിട്ടുള്ള രോഗാവസ്ഥകളുണ്ടെങ്കിൽ, റെപ്പറ്റേറ്റീവായിട്ടുള്ള നഷ്ടങ്ങളുണ്ടെങ്കിൽ, എത്ര ശ്രമിച്ചിട്ടും വളരെ എൻഡാങ്കിൾഡായിട്ട് ജീവിതമുണ്ടെങ്കിൽ അതിനൊക്കെ ഹീലിംഗ് മൊഡാലിറ്റീസ് ഉണ്ട് എന്നുള്ള ആ അവയർനെസ്സിൽ ഇത്തരം സംവിധാനങ്ങളെ ശരിയായ സമയത്ത് ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വളരെ സിവിയറായിട്ടുള്ള രോഗാവസ്ഥയിൽ മാത്രം ഒരാളെ കാണുന്നതിന് വെയിറ്റ് ചെയ്യാതെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമുക്ക് സ്വകാര്യമായിട്ട് മാത്രമേ അത് അനുഭവപ്പെടുള്ളൂ. ചിലപ്പോൾ വീട്ടിൽ ഉള്ള മനുഷ്യർക്ക് പോലും അത് തിരിച്ചറിയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം കൂടി ഒരാൾ പറഞ്ഞു, ഇതിനൊക്കെ എന്തിനാ ഒരാളെ കാണാൻ പോകുന്നത് എന്ന് എൻ്റെ പാരൻസ് ചോദിച്ചു. നിനക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ, ഉറങ്ങാൻ പറ്റാതെ, വല്ലാതെ വിഷമാവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് കരച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളിനോടുള്ള അറിവില്ലായ്മയുടെ വർത്തമാനങ്ങളാണിവ. ശരിക്കും നമുക്ക് വരുന്ന മാറ്റങ്ങൾ, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഏത് പ്രായത്തിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, എത്രമാത്രം വിഷമഘട്ടങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുണ്ട്, എത്ര കാലം നാം ഒറ്റയ്ക്കായിട്ട് നിന്നിട്ടുണ്ട്, എത്ര ഷോക്കിംഗ് ഇൻസിഡൻസിലൂടെ നാം കടന്നു പോയിട്ടുണ്ട് എന്നതൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മുടെ
മാനസികാവസ്ഥകളിൽ വ്യത്യാസമുണ്ടാവാം, ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വ്യത്യാസമുണ്ടാകാം, ചില സാഹചര്യങ്ങൾ മാറുമ്പോൾ, ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുമ്പോൾ, ചിലർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോഴൊക്കെ നാം ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകാറുണ്ട്. അവിടെ നല്ല തിരിച്ചറിവുണ്ടാവണം. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സഹായം എടുക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിൻ്റെ അർത്ഥം ഞാനൊരു കഴിവില്ലാത്ത ആളല്ല എന്ന് മനസ്സിലാക്കണം. നമുക്ക് സ്വയം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളിൽ ഒരു ഹെൽപ്പ് എടുക്കുന്നത് നമ്മുടെ സ്ട്രെങ്താണ്, നമ്മുടെ ഒരു കഴിവാണ് എന്ന്, നമ്മുടെ കരുത്താണ് എന്ന് തിരിച്ചറിയുന്നിടം തൊട്ട് നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും. നിങ്ങൾ ഹീലാകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കൂടെ ഹീലാക്കാനുള്ള ഒരു ഹീലിംഗ് പവർ നമുക്ക് കിട്ടും. ചുറ്റുമുള്ള വല്ലാതെ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് രോഗാവസ്ഥ കൊണ്ടും മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ജീവിതത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരിലേക്ക് ഇത്തരം അറിവ് പകരാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഒരു സർവീസാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്.